കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച കണ്ടിട്ട് ഒരു പ്രേക്ഷകൻ വിളിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളോട് സംസാരിച്ചു. അതായത് നിങ്ങൾ സെമിറ്റിക് വിരോധികളാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സെമിറ്റിക് മതത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നത്? താങ്കളുമായിട്ട് ഇരുന്നൊരു ടോക്കിലാണ് നമ്മൾ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടായത്. നക്സലിസവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ദിമാഗി നക്സൽ വിഷയത്തിൽ നടന്ന ഒരു സംഗതിയിൽ സെമിറ്റിക് മതവുമായി അതിനെ ലിങ്ക് ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് താങ്കൾ സെമിറ്റിക് മതത്തോട് ഇങ്ങനെ ഒരു വെറുപ്പ് കാണിക്കേണ്ട, അല്ലെങ്കിൽ അതിനോട് നമുക്ക് ചില വിയോജിപ്പുകളുണ്ട്, അത് പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒറ്റ കാര്യമുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ സെമിറ്റിക് മതങ്ങളെല്ലാം തന്നെ, ഇപ്പം ഗൗതം ഒരു സെമിറ്റിക് മതവിശ്വാസിയാണെങ്കിൽ, അല്ലെ സെമിറ്റിക്കിൻ്റെ ആ രീതിയിലുള്ള ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, ഞാനും അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം താൻ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ തൻ്റെ തലച്ചോറ് ഞാനിങ്ങ് എടുക്കുകയാണ്. അങ്ങനെ എനിക്ക് തൻ്റെ തലച്ചോറ്, ഞാൻ സെമിറ്റിക് മതവിശ്വാസി അല്ല. ആണെങ്കിൽ തൻ്റെ തലച്ചോറ് ഞാനിങ്ങ് എടുക്കുന്നു. തലച്ചോറ് എടുക്കൂ? തൻ്റെ തലച്ചോറ് മാന്തി ഇങ്ങ് എടുക്കുക ഞാൻ. എന്ന് വെച്ചാൽ തൻ്റെ ബുദ്ധി, ചിന്തിക്കാനുള്ള കഴിവ്, അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ്, ബുദ്ധി ഇങ്ങ് എടുക്കും ഞാൻ. എന്നിട്ട് ഞാൻ പറയുന്നത് മാത്രം എൻ്റെ തലച്ചോറിൽ കൂടെ തന്നെ കൊണ്ട് ചിന്തിക്കാൻ കണക്ട് ചെയ്യും. അപ്പൊ താൻ ആരുടെ ശബ്ദമാണ് പറയാൻ പോകുന്നത്? അല്ല, അതായത് അപ്പൊ സാറ് പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. അനുയായികൾക്ക്, വിശ്വാസികൾക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല. മോളിൽ നിന്ന് വരുന്ന തിട്ടൂരം അതേപടി അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാവും. അത് തന്നെയാണ് ഇവിടെ സെമിറ്റിക് മതങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശത്രുത വിചാരിക്കണം. പിന്നെ ഞാൻ ജനാധിപത്യ വിശ്വാസിയാണ്. ലോകത്തിലെ ഏറ്റവും സമൂർത്തമായ രാഷ്ട്രീയ സങ്കല്പം അല്ലെ പൊതുസങ്കല്പം ജനാധിപത്യം എന്ന് വിചാരിക്കുന്ന ആളെയാണ്. സെമിറ്റിക് മതങ്ങൾക്ക് ഒരിക്കലും ജനാധിപത്യ വിശ്വാസികളാകാൻ പറ്റിയില്ല. ജനാധിപത്യത്തെ ഇപ്പോൾ ഇവിടെയുള്ള സെമിറ്റിക് മതാധിഷ്ഠിതമായ മതങ്ങൾ ഒന്നുകിൽ അത് ആചരിക്കാൻ മെനക്കെടുന്നില്ല, ആചരിക്കാൻ ശ്രമിച്ചാൽ ഒരു ജനാധിപത്യ വിശ്വാസികളാവും, അല്ലാതാവും. മതേതരവാദികളൊക്കെ ഒരിക്കലും ആകാൻ അവർ ചിന്തിക്കാൻ പറ്റും. അല്ല, അത് ശരിയാണോ? തെറ്റാണത്. അല്ല, ഞാൻ പറയട്ടെ സാറേ, സെമിറ്റിക് മതവിശ്വാസികൾ അല്ലെങ്കിൽ സെമിറ്റിക് മതം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവകാശമില്ലേ? ഇപ്പൊ ഇവിടെ നമ്മുടെ അല്ല, അപ്പൊ അങ്ങനെ ആകുമ്പോൾ മതേതരത്വത്തെ അംഗീകരിക്കാൻ പറ്റുമോ? മതേതരത്വം അവർ അംഗീകരിക്കില്ല. മതേതരത്വത്തെയും ജനാധിപത്യത്തെ ഇവർ അംഗീകരിക്കില്ല. പരസ്യമായിട്ട് ഇപ്പൊ കാന്തപുരത്തിനെ കൊണ്ട് മതേതരമാണ് ഏറ്റവും നല്ല, ഈ രാജ്യം മതേതരമായി തുടരണമെന്ന് പറയാൻ പറ്റുമോ? കാന്തപുരത്തെ കൊണ്ടൊന്ന് പറയിപ്പിക്കുക, ഒരു പ്രസ്താവന ഇറക്കുക, അല്ല മദനിയെ കൊണ്ടൊരു പ്രസ്താവന ഇറക്കിക്കുക. സെമിറ്റിക് ജനാധിപത്യം, മതേതരത്തെ ഈ സങ്കല്പങ്ങൾ ശരിയാണെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ എന്നാലും ഇവരെ മതത്തെ വഞ്ചിക്കും. എപ്പോഴാണെന്നറിയോ? നിയമസഭയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ ഭരണഘടന പ്രകാരം, ദൈവവിശ്വാസ പ്രകാരം ചെയ്യും. ഈ രാജ്യത്തെ നിയമം വ്യവസ്ഥ എല്ലാം നടപ്പാക്കാവുന്ന ഉറപ്പ് നൽകുകയും ചെയ്യും. രണ്ട് കാപട്യമുണ്ട് അതിനകത്ത്. അതിനകത്ത് രണ്ടും ഈ കാപട്യത്തിൽ അധിഷ്ഠിതമായിട്ട്. ഹിന്ദു മതത്തിൽ തനിക്ക് ദൈവം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം, ഏറ്റുമാനൂരപ്പം കള്ളനാണെന്നും പറയാം, ശബരിമല ശാസ്താവ് പെണ്ണുങ്ങളെ നോക്കിയിരിക്കാൻ സ്വരാജിൻ്റെ ഭാഷ പറയാം, എന്തും. വേറെ ഏതെങ്കിലും മതത്തെക്കുറിച്ചാണ് സ്വരാജ് പറഞ്ഞിരുന്നെങ്കിൽ, ശബരിമല അയ്യപ്പൻ മാളികപ്പുറം ഇനി കല്യാണം കഴിക്കുക ആ രീതിയിൽ അപഹസിച്ചുകൊണ്ട് പറഞ്ഞപ്പം ഇന്ന് സ്വരാജ് അവിടെ കാണാമായിരുന്നു. ജോസഫ് സാറിൻ്റെ അത്ര അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ശിക്ഷ കിട്ടിയേനെ. ജോസഫ് സാർ ഒരു ക്വസ്റ്റ്യനിൽ ചേർത്ത് പറഞ്ഞേ ഉള്ളൂ, അല്ലേ? സ്വരാജിന് എന്ത് കിട്ടുമായിരുന്നു ശിക്ഷ? അപ്പം അങ്ങനെ ചിന്താശക്തിയെ നശിപ്പിക്കുന്ന, സ്വന്തമായി താങ്കൾ ആദ്യം പറഞ്ഞ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന, അതിനെ ബലി കൊടുത്ത് മറ്റാരുടെയെങ്കിലും ചിന്തയ്ക്ക് വിധേയപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് ഞാൻ എതിരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനി സെമിറ്റിക് മതം ഞാൻ ഇഷ്ടപ്പെടുന്ന മതം വേറെ ഉണ്ട്, അത് വേറെ കാര്യം. ഇസ്രായേലിനെ എനിക്കിഷ്ടമാണ്. ഇസ്രായേൽ എത്ര സെമിറ്റിക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ള രാജ്യം ഇസ്രായേൽ. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ഇഷ്ടപ്പെടുന്നത്. പലരും ചോദിക്കും ഇസ്രായേലിനെ എന്തിനാ അന്ധമായിട്ട് അനുകരിക്കുന്നത്. ഞാൻ ഇസ്രായേലിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം, ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരു 5 പ്രധാനമന്ത്രിമാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്, പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. കാലുവാരും ഭരണം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച അസ്ഥിരമായ ഗവൺമെൻറ്റുകളാണ് അവിടെ. എന്നിട്ടും ആ ഭരണം മുമ്പോട്ട് പോവുക അസ്ഥിരപ്പെട്ടിട്ട്. അവിടെ ഒരു മതത്തിൻ്റെ അധികാരി ഉണ്ടോ? അവിടെ പ്രീസ്റ്റ് ഉണ്ടോ? ഉസ്താദുമാരുണ്ടോ? മൗലവിമാരുണ്ടോ? അല്ലെങ്കിൽ മാർപ്പാപ്പമാരുണ്ടോ? വെറും ശങ്കരാചാര്യന്മാരുണ്ടോ? ആരുമില്ല. ജനങ്ങളാണ് അവിടെ ഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. അതിനകത്ത് അനാർക്കിയുടെ അംശങ്ങൾ ചിലപ്പോൾ കിടന്നു വരും. എന്നാൽ പോലും അവർ ഈ വ്യക്തിത്വം, സ്വന്തം വ്യക്തിത്വത്തിൽ സർവൈവ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ വളർന്നു വന്നൊരു ജനതയാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ആ ഇസ്രായേലിൻ്റെ മനുഷ്യത്വത്തെ നമ്മൾ ബഹുമാനിക്കുന്നത്. പിന്നെ അവർക്ക് കള്ളപ്രചരണം നടത്തുന്നതെന്ന് എനിക്കങ്ങ് തോന്നുവാണ്. ഒക്ടോബർ 27 ഹമാസ് അവിടെ അടിച്ചു കയറി 100 കണക്കിന് ആൾക്കാരെ കൊന്നു. അതിൽ കുട്ടികളാരും ഇല്ലായിരുന്നോ? കൊച്ചു കുട്ടികളാരും ഇല്ല. കൊന്നയിലെല്ലാം ആരോഗ്യമുള്ള പുരുഷന്മാരെ മാത്രമാണ് കൊന്നത്. കുട്ടികളും സ്ത്രീകളും ഇല്ലായിരുന്നു, അധ്യാപകരില്ലായിരുന്നു. അതിനെക്കുറിച്ചൊന്നും നമ്മുടെ മീഡിയ മുണ്ടില്ല. ഇത് ഇസ്രായേൽ ബോംബിട്ട് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന 2 പിള്ളേർ മരിച്ചു പോയാൽ അത് വലിയ സംഭവമാണ്. അപ്പം അങ്ങനെ പ്രൊജുഡ്യൂസ്ഡ് ആയിട്ട് ഒരു മതത്തെ, ഒരു വിഭാഗത്തെയോ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ
നമുക്കറിയാതെ ആ മതത്തോട് അവരുടെ പ്രവൃത്തികളോട് സഹതാപം തോന്നും. അല്ല സാറ്, എനിക്ക് തുടക്കത്തിൽ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത് പ്രേക്ഷകരെ. അതായത് നമ്മളെ ബുദ്ധിയെ കാർന്നെടുക്കുക, അതൊരു വല്ലാത്തൊരു പ്രതിഭാസം. അതായത് നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ചിന്താശേഷി അല്ലെങ്കിൽ ബുദ്ധിശേഷി അല്ലെങ്കിൽ അങ്ങനെയുള്ള യുക്തികളെല്ലാം ഇല്ലാതാക്കിയിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ മാത്രം അംഗീകരിക്കുക, അതിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നും മാത്രം ചിന്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക മനുഷ്യത്വ വിരുദ്ധ പ്രവൃത്തിയല്ലേ? അല്ല, അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് എന്നെ നിങ്ങളൊക്കെ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇപ്പോൾ ചോറൂണ്, അമ്പലത്തിൽ നൂല് കെട്ട്, ഇതൊക്കെ നമ്മൾ യാതൊരു കുട്ടികളായിരിക്കുമ്പോൾ ചെയ്യിക്കുന്ന, നമ്മൾ ആചാരപ്രകാരം ചെയ്യിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇത് ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഇടയ്ക്ക് വെച്ച് കിട്ടുന്ന ഇതെല്ലാം കഴിഞ്ഞ് ആചാരങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്വതന്ത്രനാവുക ഹിന്ദു. ഞാൻ ഇന്ന് ഹിന്ദു ആയിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ ജനിച്ചത്, എന്നെ ആരും ആക്കിയതല്ല. ഞാൻ ജനിച്ചത് ഹിന്ദു വിശ്വാസികളായ അച്ഛനും അമ്മയ്ക്കാണ് ജനിച്ചത്. അല്ല, ഹിന്ദുവിനെ അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്ന നാമം തന്നെ ഒരു തരത്തിലുള്ള സ്ക്രിപ്റ്റേഴ്സിലോ പുരാണങ്ങളിലോ നമുക്ക് കാണാൻ പറ്റില്ല. അത് വിദേശീയര് വന്നിട്ട് ഇവിടെയുള്ള ജനവിഭാഗത്തെ അവർ കണ്ടിട്ട് അവർ നൽകിയിരിക്കുന്ന ഒരു പേരിൽ നിന്ന് ട്രാൻസ്ഫോം ആയിട്ട് രൂപപ്പെട്ടതാണ് സിന്ധുവിൽ നിന്ന് ഹിന്ദു എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റില്ല. അല്ല, അതില് ആചാര്യന്മാര് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മതവും ധർമ്മവും തമ്മിൽ വലിയ അന്തരമുണ്ടല്ലോ. ധർമ്മം വേറെ എന്ന സംഗതി, മതം വേറൊരു സംഗതിയാണ്. അപ്പൊ ഈ ധർമ്മമാണ് യഥാർത്ഥത്തില് ഈ ഭാരതീയ ഫിലോസഫിയുടെ അടിസ്ഥാന സാധനം എന്ന് പറയുന്നത്. അത് മതമല്ല. ആ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യൻ എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള ധർമ്മമാണ്, മതമല്ലത്. ഈ വ്യത്യാസം യഥാർത്ഥത്തിൽ പലരും മനസ്സിലാക്കുന്നില്ല. ഉദാഹരണം പറയാം, ദൈവത്തെ പോലും ഹിന്ദുക്കൾ കാണുന്നത് സ്മാളർ ദാൻ ദ സ്മാളസ്റ്റ്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. ദൈവം ഇത്ര ഉള്ളെന്ന് കാണുന്നുണ്ട്, ഇത്രേ ഉള്ളൂ. ദൈവവിധികളെ പോലും ഇങ്ങനെ നമ്മളിങ്ങനെ ആടി ഒളിഞ്ഞു പോവല്ല. മറിച്ച് പറയുന്ന വേറൊരു ഉത്തരവുണ്ട്, അടുത്ത ഉത്തരവുണ്ട്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. എല്ലാറ്റിലും വലുതാണ് ദൈവസങ്കല്പം. അതുപോലെ തന്നെ ഏറ്റവും ചെറുതുമാണ് ദൈവസങ്കല്പം. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ ആചാരക്രമം, സാമൂഹ്യ വിശ്വാസക്രമം, അതാണ് ഹിന്ദുവിസം. ഹിന്ദുവിസത്തിനും ഇനിയുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ജമ്മു കാശ്മീർ താങ്കളെ മുൻപേ ചോദിച്ചു, പാക് ഉപ്പയുടെ കാശ്മീരിൻ്റെ കാര്യം ചോദിച്ചു. ഇപ്പുറത്ത് ഹിന്ദുക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ പേരും മാധവനും കൃഷ്ണനും രാമകൃഷ്ണനും ഒക്കെ ആയിരിക്കും. കേരളത്തിൽ ഇങ്ങേറ്റത്തുണ്ട്. എന്നിട്ടും സ്വൽപ്പീലാടത്തിന് എന്താണ് യോജിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇന്ത്യക്ക് എന്ത് യോജിപ്പ്? പേരുകളുടെ തന്നെ യോജിപ്പ് മതി. കാശ്മീരിൽ ജനിച്ചു വീഴുന്നവൻ്റെയും ഇവിടെ ജനിച്ചു വീഴുന്നതിൻ്റെ യോജിപ്പുണ്ട്, ഹിന്ദുമതത്തിൻ്റെ യോജിപ്പുണ്ട്. ക്രിസ്തുമതം എല്ലാ സ്ഥലത്തും ആ പേരെന്നാലോചിക്കും. ക്രിസ്ത്യാനി ഉള്ളിടത്തുള്ള പേരുകൾ മാത്യു, ലോപ്പസ്, ലൂയിസ്, ഈ കോമൺ ആയിട്ട് പേരുകളുണ്ട്. ഇതാരും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതല്ല, ആചരിച്ച് വന്നാണ്, ഇല്ലേ? ആ മാറ്റത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ മതമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, മതഭീകരതയായിട്ട് മാറുകയാണ്. ഈ മതവും ധർമ്മവും തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? മതം ധർമ്മം ഒന്ന് തന്നെയാണ്. ധർമ്മമായിരിക്കണം എൻ്റെ മതം, എൻ്റെ മതം ധർമ്മമായിരിക്കണം. പക്ഷെ അങ്ങനെ അല്ലാതെ വരുമ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് തന്നെ ബന്ധം വല്ല ബന്ധമുണ്ടോ? അതുപോലെ ചിലപ്പം മതവും ധർമ്മവുമായിട്ടും ബന്ധമില്ലാത്ത അവസരങ്ങളുണ്ടാവും. ഇപ്പം ഈ പ്രകൃതിക്കൊരു നിയമമുണ്ടല്ലോ, ആ നിയമം എല്ലാ മനുഷ്യനും ബാധകല്ലേ? അതിപ്പോ രാജ്മോഹനും ബാധകമാണ്, ഗൗതമത്തിനും ബാധകമാണ്, മുഹമ്മദിനും ബാധകമാണ്, ജോസഫിനും ബാധകമാണ്, ആകാശിന് ബാധകമാണ്, അല്ലെങ്കിൽ പീതാംബരന് ബാധകമാണ്, നന്ദകുമാറിന് ബാധകമാണ്, അല്ലെങ്കിൽ ലളിതയ്ക്കും സൂഫിയയ്ക്കും അല്ലെങ്കിൽ റീത്തയ്ക്കും എല്ലാവർക്കും ബാധകമാണ് ഈ യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രകൃതി നിയമം എന്ന് പറയുന്നത്, ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കും, വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കും, ശ്വാസം മുട്ടാൻ നേരത്തെ ആഞ്ഞി വലിക്കും. ഇത് അങ്ങ് അമേരിക്കയിൽ ജനിച്ചാലും ഇന്ത്യയിൽ ജനിച്ചാലും ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാലും മുസ്ലിമായിട്ട് ജനിച്ചാലും പാഴ്സിയായിട്ട് ജനിച്ചാലും ജൂ ആയിട്ട് ഇത്തരം ചില ബേസിക്കായിട്ട് എന്നെയും നിങ്ങളെയും നിലനിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നും വ്യതിചരിക്കാൻ, അതാണ് പ്രകൃതിയുടെ നിയമം. പ്രകൃതി നിയമം, ആ നിയമത്തെ അനുസരിച്ചേ പറ്റൂ. വിശപ്പ് വരുമ്പോൾ നീ ആഹാരം കഴിക്കാൻ പറ്റില്ല, നീ പോകാം. ശ്വാസം വിടാൻ വെള്ളത്തിൽ എത്ര നിങ്ങൾ മുങ്ങിക്കിടക്കും. ഒരു പരിധിയുണ്ട്. അതിന് ഉപയോഗിച്ച് വന്നില്ലെങ്കിലോ ഞാൻ വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും അംഗീകരിക്കുന്ന ആളല്ല, വെള്ളത്തിൽ അങ്ങ് മുങ്ങിക്കിടക്കുക. അല്ലെങ്കിൽ നിങ്ങളെ മുക്കി പിടിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റു വരും. മുക്കി പിടിച്ചോണ്ടിരുന്ന എത്ര നേരം നിങ്ങൾ കിടക്കും? 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ്, അതിനപ്പുറത്തേക്കില്ല.
അത്രയേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതം അത്രത്തേക്കേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ നീ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ, പ്രകൃതി വിശ്വാസിയാവുള്ളൂ, പ്രകൃതിയുടെ പോയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളെ ഹിന്ദു ആയിട്ടും മുസൽമാനായിട്ടും ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊരു വിഡ്ഢിത്തമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു വിഡ്ഢിത്തമാണ്. ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് അത് പോകുന്നത്. ഇതാണോ യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ, അതല്ലെങ്കിൽ മുസൽമാനാണോ, ആരാണ് യഥാർത്ഥത്തിൽ നമ്മൾ? ഇതൊന്നുമല്ല, ഇതെല്ലാമാണ്. ഇനി താങ്കളോട് നിസ്സാരം പറഞ്ഞു, നമ്മുടെ വൈറ്റില ഹബ്ബ് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്റ്റാൻഡാണ് വൈറ്റില ഹബ്ബ്. താങ്കൾ തൃശ്ശൂർക്ക് പോകാനായിട്ട് ചെല്ലുന്നു, ഏതെല്ലാം ടൈപ്പ് ബസ് അവിടെ കാണും, എല്ലാം തൃശ്ശൂർക്കാണ് പോകുന്നത്. താങ്കൾ ഏത് ബസ്സിൽ കയറും? ചിലപ്പോൾ താങ്കൾ കയറുന്ന ബസ് വളരെ നേരത്തെ ചെല്ലും, ചിലപ്പോൾ ചില ബസ് ബ്രേക്ക് ഡൗൺ ആകും. അപ്പോൾ ഇതൊന്നും നമുക്ക് മുൻകൂട്ടി അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ വഴിയിൽ കൂടെ അതിനൊക്കെ മറികടക്കാവുന്ന നമ്മൾ ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മല തുറന്നിപ്പോൾ വയനാട്ടിലൊക്കെ മലയൊക്കെ തുറന്നു കളയുക, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തുറക്കുകയാണ്, പറ്റുമോ? എന്ത് സംഭവിക്കും? വെള്ളം ഒഴുകിപ്പോകേണ്ട വെള്ളം കെട്ടി നിർത്തി ഡാം ഉണ്ടാക്കുക, പൊട്ടിപ്പോയാലോ? പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ. എൻ്റെ ചോദ്യം ഇതാണ് സാറേ, ചെറുപ്പം മുതലേ മതം പഠിപ്പിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഉള്ള മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ചെറുപ്പം മുതലേ ക്യാച്ച് ഫ്രം ദ യങ് എന്നാണ് പറയുക. ഒരു കുട്ടീനെ ഏറ്റവും ചെറുതായിട്ട് പിടിച്ച് മതം കുത്തിയാൽ മാത്രമേ വികസിക്കുമ്പോൾ ആ മതത്തിൽ അവൻ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ മതം ആദ്യം പഠിപ്പിക്കുന്നത്, ആ മതം വിട്ടു പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ഇങ്ങനെ മതപഠനം ഇപ്പോൾ ഒരു മതവും മതമേ പഠിപ്പിക്കുന്നില്ല, ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അതെ, പഠിപ്പിക്കുന്നില്ല. ഈ ദൈവത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, ഒക്കെ കാര്യങ്ങളൊന്നും. ഇവൻ ആരെയാണ് യഥാർത്ഥത്തിൽ ദൈവമായിട്ടും അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ആരെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ആരെങ്കിലും കിട്ടിയ, അതായത് ശിവനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. പക്ഷെ മനുഷ്യനെ കുറിച്ചിട്ടും ഈ പ്രകൃതിയുടെ നിയമത്തെ പറ്റിയിട്ടും കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നു. ഇവൻ ആരെയായിരിക്കും യഥാർത്ഥത്തിൽ ദൈവമായിട്ട് കാണുക? അതിന് ഉത്തരം ഞാൻ ഒരു ചെറിയ കഥയെക്കുറിച്ച് തന്നെ പറയാം. താങ്കൾ നാളെ ബോംബെക്ക് പോവാം, തൊഴിൽ അന്വേഷിച്ച് പോവാണ്. അപ്പോൾ എനിക്ക് പണ്ട് ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നു, കുറേ പരിചയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് രാജഭവൻ സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം, ബോംബെക്ക് പോകണം, ഇങ്ങനൊരു തൊഴിൽ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഇന്ന സുഹൃത്ത് ഒരു മുഖർജി ബോംബെയിൽ ഇന്ന തെരുവിലുണ്ട്, റെസ്റ്റേറ്റിലുണ്ട്, അയാളെ പോയി കണ്ടാൽ മതി, ഞാൻ താങ്കൾക്ക് ഒരു കത്ത് തരിക. ഈ കത്തുമായി വരുന്ന ഗൗതം കൃഷ്ണ എൻ്റെ അടുത്ത സുഹൃത്താണ്, മിടുക്കനാണ്, കൊള്ളാവുന്നവനാണ്, അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ സഹായിക്കണം. അദ്ദേഹം പറയുന്നൊരു കമ്പനിയുണ്ട്, അവിടെ ഒരു ലെറ്റർ തന്നു വിടുന്നു. ഞാൻ ബോംബെയിൽ ചെന്നു, ട്രെയിൻ ഇറങ്ങി. തനിക്ക് അവിടെ കമ്പനി ആദ്യം തനിക്ക് ഇൻ്റർവ്യൂ വന്നിരിക്കുന്ന കമ്പനിയുണ്ട്, ആ കമ്പനി പോയിട്ട് മുഖർജിയെ കാണാമെന്ന് വിചാരിച്ചാൽ ഇരിക്കുകയാണ്. ആ കമ്പനി ചെന്നു, അവിടെ ചെന്ന് തൻ്റെ കാര്യം സാധിക്കുന്നു. പിന്നെയാണ് താൻ അറിയുന്നത് മുഖർജി എന്ന് പറഞ്ഞ ഒരാളില്ല അവിടെ. ഞാൻ താങ്കളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം മുഖർജിയുടെ കയ്യിൽ ഒരു കത്ത് തന്നു. പക്ഷേ ആ കത്ത് താങ്കളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം മുഖർജി എന്ന് പറഞ്ഞ ആളുണ്ടെന്നും അയാൾ അത്യാവശ്യം വന്ന് നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞ ഒരു തോന്നൽ, വിശ്വാസം താങ്കളുടെ മനസ്സിലുള്ളിടത്തോളം കാലം തനിക്കൊരു എക്സ്ട്രാ സ്ട്രെങ്ത് അവിടെ കിട്ടുന്നുണ്ട്. ആ സ്ട്രെങ്താണ് ദൈവമായിട്ട് ഒരു കൊണ്ടുനടക്കും. അല്ല, അപ്പോൾ അവസാനം നിർത്തുമ്പം അതാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തിനപ്പം എന്തിനാ പേരില്ലല്ലോ? പേരില്ല. അത് അള്ളാഹു, യേശു എന്നൊക്കെ വിളിക്കേണ്ട, ഗൗതം എന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. അതിനെ നമുക്ക് എന്ത് പേരിട്ടും വിളിക്കാം, എന്ത് പേരിട്ടും വിളിക്കാം. നമ്മൾ ആ രീതി വിളിച്ചാൽ കേൾക്കാത്ത ദൈവം അല്ലതാണ്. ഇപ്പം താങ്കൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഇവിടെ ഇരുന്ന് താൻ കൃഷ്ണനെയോ യേശുവിനെയോ അള്ളാൻ ആരെ വിളിച്ചാലും അവർ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, താൻ എൻ്റെ പള്ളി ഞാൻ പണിതിട്ടിട്ടുണ്ട്, അവിടെ വന്നേ താൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പോയി. അല്ല, എൻ്റെ ചോദ്യം ഇതാണ്, സിമ്പിളാണ് സാറേ. ചെറുപ്പം മുതലേ മതം പഠിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അവൻ യഥാർത്ഥത്തിൽ ആരെയാണ് ദൈവമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക? അങ്ങനെ ഒരു ദൈവത്തെ അവന്റെ അനുഭവത്തിലൂടെ യഥാർത്ഥത്തിൽ അവൻ മനസ്സിലാക്കുകയാണ് വേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊന്നും അല്ല ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ അനുഭവത്തിലൂടെ ഒരു ദൈവത്തെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആരായിരിക്കും ആ ദൈവങ്ങൾ? നമ്മുടെ അനുഭവമാണ് ആ ദൈവം. നമ്മൾ ഫീൽ ചെയ്യും, നമുക്ക് ഒരു തീരുമാനം തോന്നാൽ, അല്ലെങ്കിൽ പെണ്ണിനെ കാണുമ്പോൾ കല്യാണം കഴിക്കാൻ നന്നായി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. ആരും പറഞ്ഞു തന്നിട്ടില്ല. ഒരു പുതിയ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് തനിക്ക് യാതൊരു ഇൻഫർമേഷൻ ഉണ്ട് വേണോ, അറിയാതെ ഒരു റാപ്പോർട്ട് ചിലപ്പോൾ ഉണ്ടായിപ്പോകും. അതെങ്ങനെ ഉണ്ടാകുന്നു? ആ റാപ്പോർട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ഫാക്കൽറ്റിയാണ് ദൈവം. അല്ല, ഇത് നമ്മൾ വളരെ ഡീപ്പായിട്ട് പോകേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് കൂടുതൽ മതസംഘർഷങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഓരോ മത ബോക്സിൽ ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ചോദ്യങ്ങളും
ഇത് ഇന്നും നമ്മളോ ഞാനോ നിങ്ങളോ തുടങ്ങി വെച്ചതല്ല. ലോകം ഉണ്ടായ കാലം തൊട്ട്, മനുഷ്യരുണ്ടായ കാലം തൊട്ട്, മനുഷ്യന് ചിന്തിക്കാനും പഠിക്കാനുമുള്ള കഴിവ് കിട്ടിയ കാലം തൊട്ട് ഇതിനെപ്പറ്റി ഡിസ്കഷനുണ്ട്. ഞാൻ കേട്ടിരിക്കുന്ന എന്താണ് ദൈവം എന്ന് എന്നെ മനസ്സിലാക്കി തന്ന നിത്യചൈതന്യതി എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ ഇടയ്ക്ക് ഗസ്റ്റ് ഫാക്കൽറ്റിയിൽ വരുമായിരുന്നു. ഒരു ദിവസം കോളേജിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഫിലോസഫി സ്റ്റുഡൻസ് മാത്രമുള്ള സ്ഥലത്ത് ഇദ്ദേഹം കുറേ പോക്കറ്റിൽ നിന്ന് കുറേ കല്ലെടുത്തു. ചെറിയ കല്ലുകളാണ്. അത് ആ മേശപ്പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഞങ്ങളെല്ലാം ചെന്ന് നോക്കി. അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഒരുത്തൻ പറഞ്ഞു ഒരു 12 കല്ലുണ്ട്, ഒരുത്തൻ പറഞ്ഞു 8 കല്ലുണ്ട്, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ കുറേ കല്ലിങ്ങനെ കൂടി കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ലെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടൊരു സ്റ്റെപ്പ് തീരുകയാണ്. അടുത്ത സ്റ്റെപ്പ്, സ്വാമി എഴുതി ഈ കല്ലുകളെല്ലാം പിറക്കി വട്ടത്തിൽ അടുക്കി വെച്ചു. വട്ടത്തിൽ വെച്ച് അടുക്കി വെച്ചു. എന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു ഇതെല്ലാം സർക്കിളായി. അപ്പം 2 ചതറിക്കിടന്ന കല്ലും ഈ കല്ലും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ പുറകിൽ ഒരു ബുദ്ധിയില്ല. ഐ ഹാവ് അപ്ലൈഡ് മൈ ഇൻ്റലിജൻസ് ടു അറേഞ്ച് ദിസ്. അപ്പോൾ പ്രപഞ്ചത്തിനൊരു ഓർഡറുണ്ട്. സൂര്യനും ചന്ദ്രനും എല്ലാം കറങ്ങുന്നൊരു ഓർഡറുണ്ട്. ആ ഓർഡർ ഉണ്ടാക്കാൻ അതിൻ്റെ പുറകിൽ ഒരു ബുദ്ധി ഉണ്ടായിരിക്കണം. ആ ബുദ്ധിയാണ് ദൈവം. അപ്പോൾ നമ്മൾ തുടങ്ങിയതിൽ നിന്നിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു തത്വത്തിൽ നിന്ന്, ഇപ്പൊ പറഞ്ഞ ഈ തത്വത്തിൽ നിന്ന് സെമിറ്റിക് മതം യഥാർത്ഥത്തിൽ എന്താ പഠിക്കേണ്ടത്? ഡിസോൾവ് ചെയ്യണം. എന്താണ് ഡിസോൾവ് ചെയ്യണം? പിരിച്ചുവിടണം. എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കണം എല്ലാവർക്കും. പഠിക്കൂ. ഇപ്പം പള്ളി താൻ അമ്പലത്തിൽ പോയി ആരെങ്കിലും ചോദിക്കുമോ? നിങ്ങൾ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമോ ഇന്ത്യ വരാത്തെന്ന് ചോദിക്കുമോ? നീ ഇന്ത്യ? പക്ഷെ പള്ളിയുടെ മദ്രസയിലും അങ്ങനെയല്ല, ചെല്ലാതിരുന്ന ശിക്ഷയാണ്. അപ്പോൾ ആ സെമിറ്റിക് മതം ഇപ്പം നിങ്ങൾ വിവാഹം കഴിക്കാൻ നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും കൂടുതൽ അമ്പലം ജഗന്നാഥ ക്ഷേത്രമാണോ? അതെങ്കിലോട്ടെ. അപ്പം ജഗന്നാഥ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് ജഗന്നാഥനെ നിങ്ങൾ ഇന്ന് വൈകുന്നേരം ചെന്ന് തെറി പറയുക. ഭയങ്കരമായിട്ട് ഇയാൾ കള്ളനാണ്, ഈ ദൈവം കള്ളനാണ്, പട്ടിപ്പാണ്, ആരും തല്ല് കിട്ടിയില്ല, നിങ്ങൾ അവിടുന്ന് പോരുന്നു. 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കല്യാണോ നിങ്ങളുടെ മക്കളുടെ കല്യാണോ അവിടെ വെച്ച് നടത്താൻ ചെന്നാൽ നിങ്ങൾ ഹിന്ദു അല്ലെന്ന് ആരും പറയുകയില്ല. മനസ്സിലായോ? അതാണ് മറ്റ് ഏതെങ്കിലും മതത്തിലാണെങ്കിൽ പള്ളിയിൽ നിന്നുള്ള ലെറ്റർ വേണം, കുർബാനയ്ക്ക് വന്നിരുന്ന ലെറ്റർ വേണം. ഇപ്പം അതാണ് ഇപ്പൊ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അതായത് ഇപ്പം സഭകൾ അല്ലെങ്കിൽ മഹല്ലുകളാണ് ഒരു വലിയ കമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്നത്. അവരുടെ ചിന്തക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ചെറിയ ഉദാഹരണത്തിന്, തിരൂരിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു കുട്ടി സഖാവിൻ്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം വിമർശനവുമായിട്ട് രംഗത്തെത്തിയത് AP സമസ്ത വിഭാഗമാണ്. മുഹമ്മദ് സിയാൻ എന്നാണ് ഈ 8 വയസ്സുകാരൻ്റെ പേര്. അപ്പോൾ സമസ്ത പറഞ്ഞിരിക്കുന്നത്, AP സമസ്ത പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുത്, മുഹമ്മദ് സിയാനെ വിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിച്ച ഒരു വിമർശനം, എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഇപ്പം ആ കുട്ടിയുടെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു അതിലൂടെ വളർത്തി ഒക്കെ ചെയ്യുന്നതാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഈ ഭയക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലരും ഉന്നയിച്ചൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മുഹമ്മദ് സിയാൻ ഒരുപക്ഷെ മതവിദ്യാഭ്യാസം കിട്ടാതെ വളർന്നു പോയാലോ, സഖാവായാൽ എന്നതിൻ്റെ ഒരു ഭയമായിരിക്കാം. ഒരു കാര്യങ്ങൾ പറയാം, വിദ്യാഭ്യാസം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നല്ല രീതിയിൽ യുക്തിവാദിയായി കഴിഞ്ഞാൽ ഒരിക്കലും സഖാവായി കഴിയില്ല. അതുകൂടെ നടന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും വലിയ ശത്രു അത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെമിറ്റിക്കാം, അതിൻ്റെ സംഘടനാ ചട്ടക്കൂടും വിശ്വാസ പ്രമാണങ്ങളും സെമിറ്റിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്ക് ഇതിൽപ്പെടുത്താം, സെമിറ്റിക്കായിട്ട് തന്നെ കൂട്ടാം. അപ്പോൾ അത് യുക്തിവാദികൾ ഒരിക്കലും ആ കൂട്ടത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരുമായിട്ട് അടിയായിരുന്നു പലയിടത്തും, പല സ്ഥലത്തും. യുക്തിവാദി സംഘടനയിൽപ്പെട്ടവരും CPM-ആയിട്ട് പൊരുത്തപ്പെടില്ലായിരുന്നു. പക്ഷെ ശ്രീരാമൻ പോലും പറഞ്ഞിരിക്കുന്ന അവരെ അങ്ങോട്ട് നോക്കിക്കൊണ്ടെന്നാണ് ഭരതനോട് പറഞ്ഞിട്ട് പോകുന്നത്. ഇവിടെ ചാർവാകന്മാരുണ്ട്, യുക്തിവാദികളുണ്ട്, അവർക്കും വേണ്ട സംരക്ഷണം നീ കൊടുക്കണം എൻ്റെ അഭാവത്തിലും. അങ്ങനെ ഒരു സമീപനായിരുന്നു നമ്മുടേത് ഹിന്ദുമതത്തിൻ്റെ. അതിന് ഈ സെമിറ്റിക് മതം കയറി വന്ന്, സെമിറ്റിക് ചിന്താഗതി കയറി വന്ന് കൈയടക്കി വെക്കാനുള്ള വാസന കൂടുമ്പോൾ, എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു അധികാരവും ഞാൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യേണ്ട എന്നൊരു തീരുമാനം ഞാൻ എടുക്കുമ്പോൾ സെമിറ്റിക് മതങ്ങളുണ്ടാവും, അവർക്ക് ശക്തി ഉണ്ടാവും, അവർ വളരുകയും ചെയ്യും.